കോഴിക്കോട്ടെ എരഞ്ഞിപ്പാലത്തെ പ്രഭാവതി അമ്മയെ ഓർമ്മയില്ല. ഇപ്പോഴിതാ അവിടെ ഫുട്പാത്തിൽ പ്രഭാവതി ഇമ്പാക്റ്റ് ആണ്. മിനി ബൈപ്പാസിലെ നടപ്പാതയിലൂടെ സ്കൂട്ടറുകൾ ഓടിക്കുന്നത് തടയാൻ ഇതാ കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നു. സ്കൂട്ടർ യാത്രികനെ പ്രഭാവതി അമ്മ തടഞ്ഞത് വൈറലായതിന് പിന്നാലെയാണ് കേട്ടോ ഈ നടപടി. എരഞ്ഞിപ്പാലത്ത് നമ്മുടെ അഭിജിത്ത് മുഴക്കുന്ന തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പ്രഭാവതി അമ്മ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. എരഞ്ഞിപ്പാലത്തെ മിനി ബൈപ്പാസിലുള്ള നടപ്പാതയിലാണ് ഇപ്പോൾ പൊതുമരാമത്ത് കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു വീഡിയോ വൈറലായത് പ്രഭാവതി അമ്മ ഈ നടപ്പാതയിലൂടെ കയറാൻ ശ്രമിച്ച സ്കൂട്ടർ യാത്രികനെ തടഞ്ഞു നിർത്തുന്നതും പിന്നീട് അയാളെ കൃത്യമായ വഴിയിലൂടെ പറഞ്ഞു വിടുന്നതുമായ വീഡിയോ അത് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെയുള്ള കോൺക്രീറ്റ് കുറ്റികൾ ഈ നടപ്പാതയിൽ ഫുട്പാത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 9ഓളം കോൺക്രീറ്റ് കുറ്റികൾ ഏതാണ്ട് 300 മീറ്റർ ദൂരെ അളവിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സഹകരണ ആശുപത്രി മുതൽ ഇങ്ങോട്ട് ഈ എരഞ്ഞിപ്പാലം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തായാണ് ഈ കോൺക്രീറ്റ് കുറ്റികൾ കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അഭിപ്രായം എന്താണ്, വണ്ടികൾ ചിലപ്പോൾ കുറവാണ്. ഇപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കയറിയില്ല വണ്ടി കുറ്റി കാണുമ്പോൾ. കുറ്റി വന്നാൽ നന്നായി. ഇപ്പോൾ ആൾക്കാർക്ക് സുഖമായിട്ട് നടന്നു പോകാനോ ഇല്ല, വണ്ടി ഇപ്പം പോക്കില്ല, വണ്ടി പോക്ക് നിർത്തി. നിയമലംഘനങ്ങൾ തടയുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനം ഏതായാലും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രഭാവതി അമ്മയുടെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു വീഡിയോ വൈറലാകുന്നു, അതിനു പിന്നാലെ പൊതുമരാമത്തിൻ്റെ ഒരു ഇടപെടൽ കൂടി വന്നിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. നേരത്തെ ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്, പക്ഷെ നമ്മുടെ പ്രഭാവതി അമ്മ വേണ്ടി വന്നു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ. എന്തായാലും ബിഗ് സല്യൂട്ട് പ്രഭാവതി അമ്മ. അങ്ങനെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളാണ് അത് വാർത്തയാകുമ്പോഴാണ് ഇത്തരത്തിൽ നടപടികളിലേക്ക് കടക്കുന്നത്. ഏതായാലും വലിയ സന്തോഷമുള്ള കാര്യം തന്നെ.